എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ പഠനത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിന്ന് നമുക്ക് വായിക്കുമ്പോൾ 8-ാം വാക്യത്തിൽ, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും: പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കുക. അപ്പം മുമ്പ് നമ്മൾ കണ്ടു, പ്രവാചകന്മാരെക്കാളും യേശു ശ്രേഷ്ഠനാണെന്ന് നമ്മൾ കണ്ടു. ദൂതന്മാരെക്കാളും യേശു ശ്രേഷ്ഠനാണെന്ന് നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ ഇവിടെ പുത്രനോട് പക്ഷേ പിതാവായ ദൈവം എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അവിടെ പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതെന്നാണ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. കൂടാതെ നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ, നീതിയുള്ള അല്ലെങ്കിൽ നേരുള്ള ചെങ്കോൽ എന്ന് കാണാം. അപ്പോൾ ഈ ഭാഗത്തിൽ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് പുത്രന്റെ രാജ്യത്തിൽ അവൻ ഉപവിഷ്ടനായിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണിച്ചിരിക്കുകയാണ്. കർത്താവ് യേശുവിൻ്റെ രാജ്യത്തെക്കുറിച്ചും അവൻ്റെ രാജ്യത്വത്തെക്കുറിച്ചും അവൻ്റെ സിംഹാസനത്തെക്കുറിച്ചും എബ്രായ ലേഖനം വ്യക്തമായ ഒരു കാഴ്ചയാണ്, ദർശനമാണ് നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ ക്രിസ്ത്യാനികളായിരിക്കെ ദൈവത്തിൻ്റെ മക്കൾക്ക് ഇന്ന് ലോകത്തിൽ ആശ്വസിക്കുവാനും സമാധാനത്തോടെ കടന്നു പോകാനും നമ്മൾ പാടിയതുപോലെ നാളെ പറ്റി നമുക്ക് ഓർക്കേണ്ട കാര്യമില്ല. കാരണം അവൻ സിംഹാസനത്തിലുണ്ട്. നമ്മുടെ ഉള്ളം കലങ്ങേണ്ട ആവശ്യം ഇല്ല. നാളെ കാക്കുന്ന ദൈവം നാളെ അവൻ നന്നായി തീർക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം. അതിനെക്കുറിച്ച് നമുക്ക് വിചാരപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആകുലരാകേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ആകുലരാകേണ്ട, എന്തുകൊണ്ട് നാം വിചാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നാം ക്രിസ്ത്യാനികളായിരിക്കെ നാം അവൻ്റെ രാജ്യത്തിലാണ്, നാം അവൻ്റെ ഭവനത്തിലാണ്. അവൻ നമ്മുടെ പിതാവാണ്, അവൻ നമ്മുടെ ദൈവമാണ്, അവൻ നമ്മുടെ രാജാവാണ്. സകലം നിയന്ത്രിക്കുന്ന, സകലത്തെ നയിക്കുന്ന രാജാതി രാജാവും കർത്താതി കർത്താവും. അവൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാണെന്നും അവൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോലാണ് എന്നും കാണാൻ സാധിക്കുന്നു. കൂടാതെ അവിടെ ദൈവമേ, നിന്റെ ദൈവം കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കൂടി നമുക്ക് കാണാൻ സാധിക്കും. ചെയ്യുമെന്നല്ല പറയുന്നത്, അഭിഷേകം ചെയ്യുമെന്നല്ല, ചെയ്തിരിക്കുന്നു. ഓൾറെഡി അവനിപ്പോൾ സിംഹാസനത്തിലാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ബൈബിളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മത്തായി സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നത്. അപ്പൊ ദാവീദിന്റെ പുത്രൻ എന്ന് നമുക്ക് യേശുവിനെ കാണിക്കുകയാണ്. വളരെ സാദൃശ്യമുള്ള ചില കാര്യങ്ങൾ ദാവീദ് അല്ലെങ്കിൽ യേശു തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും, യിശായുടെ ഭവനത്തിലേക്ക് ദൈവം ശമൂവേൽ പ്രവാചകനെ അയക്കുവാണ്. യിശായുടെ ഏറ്റവും ഇളയ മകനെ, അതായത് ദാവീദിനെ അവിടെ കാണുമ്പോൾ തൈലപാത്രം അവൻ്റെ തലയിൽ ഒഴിക്കുവാണ്. അങ്ങനെ അവൻ്റെ സഹോദരന്മാരുടെയും അപ്പൻ്റെയും എല്ലാം മുമ്പിൽ വെച്ച് ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. ദൈവം അതാണ് ശമൂവേൽ പ്രവാചകനെ അയച്ച ദൗത്യം. അത് അദ്ദേഹം ചെയ്തു, തിരിച്ചു കടന്നു പോന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, ശൗലിന്റെ മരണത്തിന് ശേഷം ദാവീദിനെ ഹെബ്രോണിൽ വെച്ച് ഔദ്യോഗികമായി വീണ്ടും അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇതുപോലെ നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. യേശുവിനെ സംബന്ധിച്ച് അവൻ സ്നാനമേറ്റ്
അവിടെ സ്നാനമേറ്റ് അവൻ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരുന്നു. ദാവീദിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ തൈലപാത്രം ശമൂവേൽ പ്രവാചകൻ ബാലനായ ദാവീദിൻ്റെ തലയിൽ ഒഴിക്കുമ്പോൾ അന്നു മുതൽ ദാവീദിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് ആത്മാവിനാലാണ് അവൻ പിന്നീട് നയിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കാം. യേശുവിനെ സംബന്ധിച്ച് നമുക്ക് കാണാം, സ്നാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വന്ന് അവൻ്റെ മേൽ വസിക്കുന്നു. ആത്മാവ് അവനെ പരീക്ഷിക്കുവാനായിട്ട് ഇല്ലെങ്കിൽ പരീക്ഷ നേരിടുവാനായിട്ട് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവൻ 40 നാള് ഉപവസിക്കുന്നുണ്ട്, പരീക്ഷകളെ നേരിടുന്നു കാണാൻ സാധിക്കുന്നു. അതിനുശേഷം നമുക്ക് കാണാം യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഓരോ കാര്യങ്ങളിലൂടെയും അവൻ പിന്നീട് മുന്നോട്ട് പോവുകയാണ്. യേശുവിൻ്റെ മരണത്തിന് ശേഷം മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ യേശു മഹത്വത്തിലേക്ക് സിംഹാസനത്തിലേക്ക് കടന്നുപോയി. അവൻ അവിടെ രാജാതിരാജാവായിട്ട് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ അവൻ രാജാതിരാജാവായി വാഴുന്നു എന്നുള്ള ചിത്രമാണ് നമുക്ക് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇപ്പോൾ യേശു ഔദ്യോഗികമായ യേശു അവൻ രാജാതിരാജാവായി വാഴുകയാണ്. വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവന്റെ മഹിമേറിയ സിംഹാസനത്തിൽ അവൻ വാഴുന്നത് കൊണ്ട് ഇനി വാഴാൻ പോവുകയല്ല. യേശു ഇപ്പോൾ അവന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശു അവന്റെ സിംഹാസനത്തിലാണ്. അതാണ് നമുക്ക് പുതിയ നിയമം കാണിച്ചിരുന്ന ചിത്രം. അതിനേക്കാളൊക്കെ കുറെ വർഷങ്ങളിലേക്ക് നമ്മൾ മുമ്പേ ഇല്ലെങ്കിൽ അതിനു മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ വചനത്തിലൂടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുമ്പ് നടന്ന ചില കാര്യങ്ങൾ, ചില പ്രവചനങ്ങൾ, ഇതെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ചില വസ്തുതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ദാനിയേൽ 2-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. അവിടെ സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കവിടെ ആ വിവരണത്തിൽ കാണാൻ സാധിക്കും. നെബൂഖദ്നേസർ കണ്ട സ്വപ്നം, ഒരു ബിംബം, അതിന് 4 ഭാഗങ്ങളുണ്ട്. തല തങ്കം കൊണ്ടുള്ളത്, നെഞ്ചും കൈയും വെള്ളിയും കൊണ്ടുള്ളത്, വയറും അരയും താമരം കൊണ്ട്, കാല് അതായത് ഇരുമ്പും കളിമണ്ണും ചേർന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം. ഇതിന്റെ വിവരണങ്ങളും താഴെ പറയുന്നുണ്ട്. തല, തങ്കം കൊണ്ടുള്ള തല, അത് ബാബിലോൺ സാമ്രാജ്യമാണ്. അതിനെ നെബൂഖദ്നേസർ കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മേദ്യ പാർസിയെ കുറിച്ച് കാണിക്കുകയാണ്. വെള്ളി കൊണ്ടുള്ള നെഞ്ച്, കൈയും, അതുപോലെ വയറും, അതായത് വയറിനെ കുറിച്ചും വയറും അരയും താമരം കൊണ്ടുള്ളതിനെ കുറിച്ച് കാണിക്കുമ്പോൾ അത് ഗ്രീസിനെ കുറിച്ച് കാണിക്കുകയാണെന്ന് അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണാൻ സാധിക്കും ഇരുമ്പ് പോലെ ബലമുള്ള മറ്റൊരു രാജ്യം വരാൻ പോണ്, അത് 4ാമതായ രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ 1 രാജ്യം, 2 രാജ്യം, 3 രാജ്യം, 4 രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ വിവരണങ്ങൾ കാണിച്ചു തരുന്നത്. ഇതിനുശേഷമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, ആ ഇരുമ്പും കളിമണ്ണും ചേർന്ന ഭാഗത്ത് ആരും കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ആ ബിംബത്തെ തകർത്ത് ആ കല്ല് ഒരു മഹാപർവ്വതമായി മാറുന്നു, ഭൂമി മുഴുവൻ നിറയുന്നു. ഇത് കാണിക്കുന്നത് എന്നിട്ടാണ് പറയുന്നത് സ്വർഗസ്വനായ ദൈവം ഒരു നാൾ നശിച്ചുപോകാത്ത രാജ്യത്വം സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് യേശു ലോകത്തിലേക്ക് വരുന്നതിനും അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ കാര്യങ്ങൾ ദാനിയേലിലൂടെ വിവരിച്ച് ദൈവം വെളിപ്പെടുത്തുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കണം, ദാനിയേലിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ കാണുന്നത് അതേപോലെ തന്നെ, അതേ ചിത്രം തന്നെ, ഇല്ലെങ്കിൽ അതേ വേറൊരു ചിത്രത്തിലൂടെ ദാനിയേൽ 7-ാം അധ്യായത്തിൽ കാണിച്ചിരിക്കുന്നു. അവിടെ കാണാൻ കഴിയുന്നത് ദാനിയേൽ 7-ാം അധ്യായത്തിൽ നമ്മൾക്ക് 4 മൃഗങ്ങളെ കുറിച്ചാണ് വിഭജിക്കുന്ന. 4 തരം മൃഗങ്ങളാണ്. അവിടെ സിംഹത്തെക്കുറിച്ച് കാണാം, പുള്ളിപ്പുലിയെക്കുറിച്ച് കാണാം, കരടിയെക്കുറിച്ച് കാണാം, ഘോരവും ഭയങ്കരമായ മറ്റൊരു മൃഗത്തെക്കുറിച്ച് കാണാം. ഈ 4 മൃഗങ്ങളും 4 രാജ്യങ്ങളാണെന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. ഘോരവും ഭയങ്കരമായ മൃഗം ഭൂമിയിൽ 4ാമതായി വരാനിരിക്കുന്ന രാജ്യമാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം ഭൂമിയിൽ ആ കാലം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാബിലോൺ, മേദ്യ പാർസിയ, ഗ്രീസ്, റോമൻ. ഇപ്പൊ റോമൻ ചരിത്രത്തിൽ, റോമൻ ഭരണകാലത്ത് ദൈവം, സ്വർഗസ്വനായ ദൈവം ഒരു നാളും നശിച്ചുപോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും എന്നുള്ളതാണ് ഈ 2 ദർശനങ്ങളിലും കാണിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലുള്ള
ആ കാഴ്ചപ്പാട്. ദൈവം അതാണ് മുൻകൂട്ടി തന്നെ പ്രവചിക്കുന്നത്, അല്ലെങ്കിൽ ദാനിയേലിലൂടെയും ഒക്കെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ 605 BC മുതൽ 539 BC വരെ നെബൂഖദ്നേസറിന്റെ ഒരു കാലം ആണ്. ആ കാലഘട്ടത്തിലാണ് അത് വെളിപ്പെടുത്തുന്നതായ സത്യം. അപ്പോൾ ആ സ്വപ്നത്തിൽ ആദ്യം കാണിച്ചു കൊടുക്കുകയാണ്. ദാനിയേൽ അതിനെ വിരിച്ചും കൊടുത്തു. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണാം, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അപ്പൊ ദാനിയേൽ 2:44 പറയണത് എന്താണ്? സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത രാജ്യത്വം സ്ഥാപിക്കുന്നു. ബാക്കിയെല്ലാ രാജ്യങ്ങളും നശിച്ചു പോകുന്നു, അത് വരുന്നു, അല്ലെങ്കിൽ ദൈവം അത് വരുത്തുന്നു, ദൈവം തന്നെ അതിനെ നീക്കുന്നു. മറ്റൊരു രാജ്യത്ത് വരുത്തുന്നു, ദൈവം അതിനെ മാറ്റിക്കൊണ്ട് വേറൊരു രാജ്യത്തെ കൊണ്ടുവരുന്നു. ഇത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ കാര്യങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് ഇരുമ്പ് പോലെ ബലമുള്ള ആ രാജ്യത്തിന്റെ കാലഘട്ടം, ഇരുമ്പ് രാജാക്കന്മാരുടെ കാലഘട്ടം, അതായത് റോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം, അന്ന് ദൈവം ഒരു നാളും നശിക്കാത്ത രാജ്യത്വം സ്ഥാപിക്കും എന്നുള്ളത് ദാനിയേൽ പ്രവചനത്തിൽ വ്യക്തമായിട്ട് അതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് പുതിയ നിയമ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കത് നിവൃത്തിയായോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ച് തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കൊലോസ്യ ലേഖനം 1:13 നമുക്ക് വായിക്കാൻ സാധിക്കും, നമ്മെ, അതായത് ക്രിസ്ത്യാനികളെ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ പുത്രന്റെ രാജ്യത്തിൽ ആക്കിവെച്ചിരിക്കുന്ന സ്നേഹസ്വരൂപനായ പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ കൊലോസ്യയിലുള്ള ദൈവത്തിന്റെ വിശുദ്ധ ജനത്തെ പ്രബോധിപ്പിക്കുന്നത്. നമ്മെ ഇരുട്ടിന്റെ, അതായത് പൗലോസ് ഉൾപ്പെടെ, പൗലോസും ആ രാജ്യത്തിലാണെന്ന് പറയണം. നമ്മെ, ഞാനും നിങ്ങളും, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്ന പിതാവിനെ സന്തോഷത്തോടെ നാം സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തൻ്റെ രാജ്യത്തിൽ, തൻ്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ദൈവം ആക്കി വെച്ചു എന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയാണ്. അപ്പൊ കൈ തൊടാതെ പറഞ്ഞു വന്ന ആ കല്ല് ബിംബത്തിന്റെ കാല് ഇടിച്ച് ബിംബം തകർന്നു, ഇരുമ്പും കളിമണ്ണും ചേർന്ന കാല്, അത് വ്യക്തമായിട്ട് കാണാം അത് റോമൻ സാമ്രാജ്യം ആണ് എന്ന് ആ 2 വേദഭാഗങ്ങൾ, അതായത് ദാനിയേൽ 2-ാം അധ്യായം, ദാനിയേൽ 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കൂടാതെ ദാനിയേൽ 8-ാം അധ്യായത്തിലാണെങ്കിൽ മേദിയ പാർസിനെ കുറിച്ചും ഗ്രീസിനെ കുറിച്ചും അവിടെ ആട്ടുവട്ടിന്റെയും കോലാട്ടുവട്ടിന്റെയും ഒരു ദർശനത്തിലൂടെ അതും കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മൾ ദാനിയേൽ 2:40 ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും, ഭൂമിയിൽ 4-മതായി വരുന്ന രാജ്യത്തെക്കുറിച്ച് കാണാൻ സാധിക്കും. അപ്പൊ 4-മതായി വരുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ ദാനിയേൽ 7:23 ആ മഹാമൃഗങ്ങളിൽ 4-മത്തെ മഹാമൃഗങ്ങൾ, അതായത് 4 മഹാമൃഗങ്ങളെ കുറിച്ച് കാണിക്കുന്ന വേദഭാഗത്തെ നമുക്ക് ദാനിയേൽ 7:23 നമുക്ക് കാണാം. 4-മത്തെ മൃഗം ഭൂമിയിൽ 4-മതായി വരുന്ന രാജ്യമെന്ന് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഭൂമിയിൽ 4-മതായി വരുന്ന രാജ്യം, അതായത് റോമൻ സാമ്രാജ്യമാണ്. അപ്പം യേശു വന്നത്, ഇപ്പോൾ നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുകയാണ് 1:8 ദൈവമേ നിന്റെ സിംഹാസനം. അപ്പം എന്നും എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞിട്ട് പറയാണ് നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ. അപ്പൊ യേശു ഭരിക്കുകയാണ്, അവൻ സിംഹാസനത്തിലാണ്, അവൻ വാഴുകയാണ്, അവന്റെ ചെങ്കോല് നേരുള്ള ചെങ്കോലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എബ്രായ ലേഖനം വിവരിക്കുമ്പോൾ ഇല്ലാത്ത ഒന്നിനെയല്ല, ഓൾറെഡി ഇപ്പോൾ സ്ഥാപിതമായ ഒന്നിനെയാണ് അവിടെ എടുത്ത് കാണിച്ചുകൊണ്ട് പറയുന്നത്. രാജാതിരാജാവും കർത്താതി കർത്താവുമായിട്ട് യേശു വാഴുകയാണ് എന്ന് വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നും കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കല്ല്, കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് ഇരുമ്പും കളിമണ്ണും ചേർന്ന ഭാഗത്ത് ഇടിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടും കാണാം ദൈവത്തിന്റെ രാജ്യം ഏത് കാലഘട്ടത്തിൽ വരും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അത് തലയിലാണ് അടിച്ചതെങ്കിൽ അത് തീർച്ചയായിട്ടും കാണിക്കുന്നത് അത് ബാബിലോൺ സാമ്രാജ്യകാലത്താണെന്നാണ്. നെഞ്ചിലാണ് അടിക്കണമെങ്കിൽ അത് മേദ്യ പാർസിയുടെ കാലത്തായിരിക്കും. അരയിലും വയറിലും ആയിട്ടുള്ള ഭാഗത്താണെങ്കിൽ, ഈ താമ്രം കൊണ്ടുള്ള ആ ഭാഗത്താണ് അടിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീസിന്റെ ഒരു കാലഘട്ടത്തിലായിരുന്നേനെ. പക്ഷേ ഇരുമ്പും കളിമണ്ണും ചേർന്ന ഭാഗത്ത് അടിച്ച് കാണിക്കുന്നത് എന്താണ്? അത് 4-മതായി വാഴുന്ന ആ രാജ്യത്ത് ആ കാലഘട്ടത്തിൽ വരും എന്നുള്ളതാണ് ദൈവത്തിന്റെ രാജ്യം. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ, അഗസ്തുസ് കൈസർ എന്ന് പറഞ്ഞ റോമൻ ചക്രവർത്തി
ഭരിക്കുന്ന കാലഘട്ടത്തിൽ, അതായത് ലൂക്കോസ് എന്ന ചരിത്രകാരൻ, ലൂക്കോസ് 1-ാം നമ്പർ ചരിത്രകാരനും കൂടിയാണ്, സുവിശേഷകൻ മാത്രമല്ല. ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ ഇല്ലെങ്കിൽ 1-ാം നമ്പർ ചരിത്ര രേഖയും കൂടിയാണ്. 1-ാം നമ്പർ ചരിത്രകാരനും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് പൂർണ്ണതയോടുകൂടിയാണ് അവതരിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ആര് ഭരിക്കുന്നു, ഏത് രാജാവ് ഭരിക്കുന്നു, കാലഘട്ടത്തിൽ അവിടുത്തെ പുരോഹിതൻ ആരായിരിക്കും, ഇല്ലെങ്കിൽ അന്നത്തെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ കൂടി അവതരിപ്പിച്ചുകൊണ്ടാണ് ഒരു സത്യം അദ്ദേഹം അത് വ്യക്തതയോടുകൂടി എഴുതുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൂക്കോസ് എഴുതിയത് അത് അതിമനോഹരമായ ഒരു ചരിത്ര രേഖയാണ്. ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 1-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അഗസ്റ്റസ് കൈസർ ഭരിക്കുന്ന സമയത്താണ് യേശുവിനെ ജനിക്കുവാൻ, അല്ലെങ്കിൽ ബെത്ലഹേമിലേക്ക് അവൻ പോകുന്നതും, ഇല്ലെങ്കിൽ മറിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മളവിടെ വായിക്കുമ്പോൾ വ്യക്തതയോടുകൂടിയാണ് ആ കാര്യം നമുക്ക് അവിടെ ഓർമ്മപ്പെടുത്തി തരുന്നത്. ഇപ്പം നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വ്യക്തതയോടുകൂടി പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് പരിശോധിക്കാം. ദൈവരാജ്യം വരുമ്പോൾ അതിൽ കടക്കുവാൻ ആളുകളെ മാനസാന്തരത്തിനായി യോഹന്നാൻ ആ ഭരണകാലത്ത് തന്നെയാണ് യോഹന്നാൻ ജനത്തെ ഒരുക്കുന്നത്. അതായത് അഗസ്റ്റസ് കൈസർ മാറി പകരം റോമൻ ഭരണകാലം തന്നെയാണ് ടൈബീരിയസ് കൈസർ, അതായത് തിബിരിയസ് കൈസർ ഭരിക്കുന്ന സമയത്ത് ലൂക്കോസ് എഴുതുന്ന ചരിത്ര രേഖയിൽ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 2 വരെ വാക്യങ്ങളും 8-ാം വാക്യവും, കൂടാതെ മത്തായി സുവിശേഷം 3-ന്റെ 1-2 വാക്യങ്ങൾ, മർക്കോസ് 1-ന്റെ 15, ഈ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും മാനസാന്തരപ്പെടാൻ. കാരണം എന്താ വരാൻ പോണത്? ഒരു നാളും നശ്വത്ത രാജ്യം. സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശ്വത്ത രാജ്യത്വം സ്ഥാപിക്കാൻ പോകണം. അതിലേക്ക് ആളുകൾ പ്രവേശിക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ രാജ്യമാണ്. ദൈവമാണ് സ്ഥാപിക്കാൻ പോണ രാജ്യം, അത് ദൈവത്തിന്റെ രാജ്യമാണ്. ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വിശുദ്ധി, അതിനുള്ള യോഗ്യത എല്ലാവരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. അതിലേക്ക് ഇല്ലെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ ആളുകൾ അവരുടെ പാപം വിട്ടുമാറണം. അവരുടെ പഴയ പാപജീവിതം ഉപേക്ഷിച്ചുകൊണ്ട്, അവസാനിപ്പിച്ചുകൊണ്ട്, മാനസാന്തരപ്പെട്ടുകൊണ്ട്, സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ദൈവം അവിടെ ആഹ്വാനം കൊടുക്കുന്നത്. അതിനെ ദൈവം അയച്ച പ്രവാചകൻ കർത്താവായ യേശുവിന്റെ മുന്നോടിയായിട്ട് അവന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകൻ വന്ന് പ്രസംഗിക്കുകയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെയും വെട്ടി തീയിൽ എറിയപ്പെടും. സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ രംഗപ്രവേശനം ചെയ്യുന്നത് തന്നെ. മാനസാന്തരത്തിനായി ജനത്തെ ഒരുക്കുകയാണ്, അവരുടെ ഹൃദയങ്ങളെ ഒരുക്കുകയാണ്. കാരണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവം പണ്ട് ദാനിയേലിലൂടെ പറഞ്ഞ, അവിടെ ദാനിയേലിന്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കാൻ വരാൻ പോകുന്നു, സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കാൻ ആളുകൾ ഒരുക്കപ്പെടണം, ഹൃദയങ്ങൾ ഒരുക്കപ്പെടണം. മനുഷ്യന്റെ ജീവിതങ്ങൾ പരസ്പരം നിരപ്പിലെത്തണം, ദൈവത്തോട് നിരപ്പിലെത്തണം. അതുകൊണ്ട് അവിടെ ആ പ്രസംഗം നടക്കുകയാണ്. യേശു കർത്താവ് വീണ്ടും, അതായത് കർത്താവിൻ്റെ ആ ദൗത്യം യേശു ആരംഭിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങിയാണ്. അവിടെ നമുക്ക് മർക്കോസ് 1-15 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. ഏതാണ് കാലം തികഞ്ഞു? ഏത് കാലം തികഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്? ദാനിയേലിലൂടെ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ദാനിയേൽ 2-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആ സമയം, ദൈവരാജ്യം ദൈവം തൻ്റെ ഉദ്ദേശം അനുസരിച്ച് ചെയ്യാൻ പോണ ആ പദ്ധതി പ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു നാൾ നശ്വത രാജ്യത്ത്, അതിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് പറയണത്. കാലം തികഞ്ഞു, അത് സമീപിച്ചിരിക്കുന്നു. കാലം തികഞ്ഞു, അത് തുടങ്ങാനുള്ള സമയം ആഗതമായി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, കർത്താവ് യേശു പഠിപ്പിച്ചു. അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരെയും യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്?
പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയും രണ്ടുപേരെ യേശു അയച്ചു. എല്ലായിടത്തും പോയി പറയാൻ പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. വീണ്ടും കർത്താവ് പഠിപ്പിക്കുകയാണ്. വീണ്ടും തൻ്റെ ഉപദേശത്തിൽ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യം തന്നെയാണ്. യേശു മരിക്കുന്നതിന് മുമ്പും ദൈവരാജ്യത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷവും സ്വർഗാരോഹണത്തിന് മുമ്പും യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ദൈവരാജ്യം സംബന്ധിച്ച വിഷയങ്ങളാണ് എന്ന് നമുക്ക് തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുക. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ ആ ഭാഗങ്ങളെല്ലാം 8-ാം വാക്യം വരെ എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോഴും അത് കാണാൻ സാധിക്കും. യേശുവിന്റെ മരണത്തിന് മുമ്പും മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷവും യേശുവിന്റെ മുഖ്യ വിഷയം ദൈവരാജ്യമാണ്. അപ്പം യേശു പഠിപ്പിക്കുന്ന ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരെല്ലാം അയക്കുമ്പോഴും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസ് 6:12 വാക്യത്തിൽ അവരെ അയക്കുന്നുണ്ട്. കൂടാതെ മർക്കോസ് 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വ്യക്തത ഒന്നും കൂടി നൽകിയാണ് യേശു. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം നിങ്ങൾ മരിക്കില്ല. അപ്പൊ അത് കാണും, അവരുടെ തലമുറയിൽ വരും, അവരത് കാണും എന്ന് വ്യക്തത നൽകിക്കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവിടെ കാണാൻ സാധിക്കും, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിക്കുക മാത്രമല്ല, അത് നിങ്ങൾ കാണും, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ അത് കാണും എന്നുകൂടിയാണ് യേശു ഓർമ്മപ്പെടുത്തുന്നത്. തുടർന്ന് വീണ്ടും യേശു മുമ്പോട്ട് പോകുമ്പോൾ യേശു പിലാത്തോസിന്റെ മുമ്പിൽ, തന്റെ ക്രൂശ് മരണത്തിന് മുമ്പായിട്ട് പിലാത്തോസിന്റെ മുമ്പിൽ അവനെ വിധിക്കുവാനായിട്ട് കൊണ്ടുവരുമ്പോൾ പറയുന്ന സന്ദർഭം യോഹന്നാൻ 18:36 വാക്യത്തിൽ നമുക്ക് കാണാം. യേശു പറയാണ്, ഞാൻ ഒരു ഭൗതിക രാജ്യം സ്ഥാപിക്കാനല്ല വരുന്നത്, എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പൊ എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ പട്ടാളക്കാരെ എനിക്ക് വേണ്ടി പോരാടും. അപ്പൊ എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പം നമ്മൾ കാണുന്ന പോലെ ആളുകൾ അന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഭൗതികമായ സലോമോന്റെയും ദാവീദിന്റെയും ഒക്കെ കാലഘട്ടം പോലെ ഒരു രാജ്യം വരുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ യേശു പഠിപ്പിച്ചത് അങ്ങനെയല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും നമുക്ക് കാണാം മർക്കോസ് 16-ാം അധ്യായത്തിൽ 18-19 വാക്യങ്ങളെല്ലാം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ദൈവരാജ്യത്തിന്റെ വാതിൽ ആളുകൾക്ക് തുറന്നു കൊടുക്കുവാൻ പത്രോസിനെ ഇവിടെ താക്കോൽ കൊടുക്കുകയാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ. അതായത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിച്ചടക്കുകയില്ല. അതാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ 18-19 വാക്യങ്ങൾ പറയുമ്പോൾ, ദൈവരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നു. ഭൂമിയിൽ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അവിടെ വ്യക്തമായിട്ട് കാണിക്കുകയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസിനെ ഏൽപ്പിക്കുന്ന സന്ദർഭം നമുക്കവിടെ കാണാം. അവിടെ മറ്റൊന്നുമല്ല, അവിടെ ഭൗതികമായ ഒരു താക്കോലല്ല, അത് നമുക്കറിയാം, ആലങ്കാരികമായിട്ട് കാണാം. അത് പത്രോസ് ഒന്നാമത്തെ തന്റെ പ്രസംഗത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഒന്നാമത്തെ തന്റെ പ്രസംഗത്തിൽ ആ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ദൈവരാജ്യത്തിന്റെ വാതിൽ തുറക്കുകയാണ്. ദൈവം സ്ഥാപിച്ചതായ, അല്ലെങ്കിൽ കർത്താവ് യേശു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അവിടെ തൻ്റെ ആത്മീയ രക്തം അതിവിശുദ്ധ സ്ഥലത്ത് തളിച്ചു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഒരുക്കി. അതായത് അതൊക്കെ നമുക്ക് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ 8-ാം അധ്യായം 9, 10 ഈ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കും. അവൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചത് അവൻ തൻ്റെ സ്വന്തം രക്തം കൊണ്ടാണ് പോയത്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെ രക്തം കൊണ്ടല്ല, അവൻ്റെ സ്വന്തം രക്തം കൊണ്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഒരുക്കി. അവൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു, അവൻ്റെ രാജ്യം അവൻ ആരംഭിച്ചു. അതിനുശേഷം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു മരിക്കുന്നു എന്ന് യേശു പഠിപ്പിച്ചത് ആ യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കുന്ന സത്യ ആരാധകരുടെ കാലം, ആ ഉടമ്പടി, പുതിയ നിയമം, പുതിയ നിയമത്തിന്റെ ജീവിതം അവിടെ കർത്താവ് വഴി തുറക്കുകയാണ്. അതിലേക്ക് അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിലൂടെ, സുവിശേഷത്തിന്റെ
ആ സത്യം അറിയിക്കുന്നതിലൂടെ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് യേശു ചെയ്തതിനെ വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് ആളുകൾ അതിലേക്ക് വിശ്വസിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. കാരണം വിശ്വാസം ആളുകളുടെ ജീവിതത്തിൽ വരുന്നത് കേൾവിയിലൂടെയാണ്, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. അപ്പൊ സുവിശേഷത്തിലൂടെ ആളുകൾക്ക് വിശ്വസിക്കുവാനും മാനസാന്തരപ്പെടുവാനും അവരുടെ ജീവിതത്തിൽ യേശുവിനെ ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഏറ്റു പറയുവാനും പാപങ്ങളെ കഴുകിക്കളഞ്ഞുകൊണ്ട് വെള്ളത്തിൽ സ്നാനമേൽക്കുവാൻ ആവശ്യപ്പെടുകയും കൂടാതെ പരിശുദ്ധാത്മാവെന്ന ദാനം അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനും കർത്താവ് ഒരുക്കിയ പദ്ധതിയിലൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ പത്രോസ് അവരെ ആഹ്വാനം ചെയ്യുന്ന കാര്യം, പത്രോസ് അവരെ ആഹ്വാനം ചെയ്യുന്ന സത്യം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രോസ് ആ പ്രസംഗം അവിടെ അവർക്ക് ഇല്ലെങ്കിൽ അവിടെ വ്യക്തമാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ ആളുകൾ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമിട്ട് അന്ന് 3000 പേര് അവരോട് ചേർന്നു എന്ന് പറയുന്നു. കൂടാതെ 47-ാം വാക്യത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ സുവിശേഷ പ്രസംഗത്തിലൂടെ ആ താക്കോല് കൈകാര്യം ചെയ്യണം. ആ താക്കോല് ശരിക്ക് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതായിരുന്നു. അതിലൂടെ ആൾക്കാരെ വിശ്വസിച്ചു, മാനസാന്തരപ്പെട്ടു, അവർ പാപങ്ങളെ കഴിക്കളയാൻ സ്നാനമേറ്റു. അങ്ങനെ 3000 പേര് അവരോട് ചേർന്നു എന്ന് പറയുന്നു. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് കാണാൻ സാധിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി കർത്താവ് തന്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കാരണം വാതിൽ തുറന്നു, അതിലേക്ക് പ്രവേശനം ലഭിച്ചു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് 10 വർഷത്തിന് ശേഷം പുറജാതികൾക്കും, ആദ്യ യഹൂദന്മാർക്കാണെങ്കിൽ 10 വർഷത്തിന് ശേഷം കൊർന്നേലിയസിന്റെ വീട്ടിൽ പ്രസംഗം നടക്കുമ്പോൾ പത്രോസിനെ തന്നെയാണ് അവിടെ വിളിക്കുന്നത്, പത്രോസിനെ തന്നെയാണ് അവിടെ അയക്കുന്നത്, പത്രോസ് തന്നെയാണ് അവിടെ പ്രസംഗിക്കുന്നത്. പത്രോസിന്റെ പ്രസംഗത്തിലൂടെ തന്നെ പുറജാതികൾക്കും സുവിശേഷത്തിന്റെ ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് അവർക്കും ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ ദൈവം തുറന്നു കൊടുത്തു. അങ്ങനെ യഹൂദനെന്നില്ല, യവനനെന്നില്ല, എല്ലാവരും കർത്താവ് യേശുക്രിസ്തുവിൽ ഒന്നായി തീരുവാനുള്ള ആ ഏക അടിസ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ ഏക വഴിയിലൂടെ എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിലെല്ലാം നമ്മളെ ഓർപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനം ലഭിച്ചു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമാകുന്ന ന്യായപ്രമാണം എന്ന ശത്രുത്വം നടുവിൽ നിന്ന് നീക്കി, വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം അവസാനിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും ഏകാത്മാവൻ പിതാവിനോട് നിരപ്പിപ്പാനും തന്നെ. അങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. അത് ഒന്നാമത്തെ ആ ഒരു കാര്യം പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിലൂടെ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ കർത്താവിലേക്ക് വന്നതുപോലെ 10 വർഷത്തിന് ശേഷം കൊർന്നേലിയസിന്റെ ഭവനത്തിൽ വെച്ച് പുറജാതികളായിട്ടുള്ള ആളുകൾക്കും ക്രിസ്തുവിലേക്ക് വരുവാൻ അവസരം ലഭിച്ചു. പിന്നീട് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ എല്ലാവരും ക്രിസ്തുവിലേക്ക് വരുവാൻ വാതിൽ തുറക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് ക്രിസ്ത്യാനികളായവർക്ക്, അതായത് രാജ്യത്തിലുള്ളവർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായത്. അവരെ അതുവരെ അറിയപ്പെട്ടിരുന്നത് ഈ മാർഗക്കാർ, ശിഷ്യന്മാർ എന്നൊക്കെയായിരുന്നു. എല്ലാവരും ക്രിസ്തുവിലേക്ക് വരുവാൻ വാതിൽ തുറക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ രാജ്യത്തിലേക്ക് പ്രവേശിച്ച ആളുകൾക്ക് പിന്നീട് വിളിക്കപ്പെട്ട പേരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളത്. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പോലെ യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞ ആ കാര്യം ഇവിടെ സംഭവിക്കുകയാണ്. അങ്ങനെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു തന്റെ സിംഹാസനത്തിലുണ്ട്. അവന്റെ രാജ്യത്തിലിരുന്നുകൊണ്ട് ഭരിക്കുകയാണ്.
അവൻ്റെ സഭയിലേക്ക് അവൻ, അല്ലെങ്കിൽ അവൻ്റെ ശരീരമായ സഭ എന്ന് പറയുമ്പോൾ അതേസമയത്ത് അവൻ്റെ രാജ്യമാണ് കർത്താവിൻ്റെ സഭ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൊലോസ്യ ലേഖനം 1:13 കാണാൻ സാധിക്കും, പുത്രന്റെ രാജ്യമാണ്. പുത്രന്റെ രാജ്യമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ, എഫേസ്യ ലേഖനത്തിൽ പറയുമ്പോൾ അവന്റെ ശരീരമാണ് സഭ. അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് കാണുകയാണ് കർത്താവിന്റെ രാജ്യം, കർത്താവിന്റെ സഭ ഒന്ന് തന്നെയാണ്. അതിലേക്ക് പ്രവേശിക്കുവാൻ അവസരം ലഭിച്ച ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ച് വീണ്ടും വെളിപ്പാട് പുസ്തകം 1:5 പറയുമ്പോൾ യേശു തന്റെ രക്തം കൊടുത്താണ് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കിയതെന്ന് അവിടെ കാണാൻ സാധിക്കും. അവൻ തന്റെ രക്തം കൊടുത്ത്, അവന്റെ രക്തത്താൽ നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി എന്ന് വെളിപ്പാട് പുസ്തകം 1:5 കാണാൻ സാധിക്കും. അപ്പൊ രാജ്യവും പുരോഹിതന്മാരും കൂടിയാ നമ്മളെ ആക്കി തീർക്കുവാൻ യേശു പറഞ്ഞ പോലെ, എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഭൗതികമായ രാജ്യമല്ല. ഇന്ന് അമേരിക്കയോ പാകിസ്ഥാനോ ഇന്ത്യയോ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഭൗതിക രാജ്യമല്ല കർത്താവ് യേശുവിന്റെ രാജ്യം. ആത്മീയ രാജ്യമാണ്. അതിലേക്ക് പ്രവേശിക്കുവാൻ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി കളയഞ്ഞ, അല്ലെങ്കിൽ പാപങ്ങളെ കഴുകപ്പെട്ടവർക്ക് പ്രവേശിക്കുവാനുള്ളതാണ് ദൈവം വെച്ച അവരുടെ രാജ്യം. അവിടേക്ക് അവരെ ശുദ്ധീകരിച്ച് രാജ്യവും പുരോഹിതന്മാരുമാക്കിക്കൊണ്ട് കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 12 10-11 നമുക്ക് അവിടെ കാണാൻ സാധിക്കും, യേശു പിശാചിനെ അവന്റെ തലയെ തകർത്തുകൊണ്ട്, പിശാചിനെ ജയിച്ചുകൊണ്ട് അവന്റെ രാജ്യം തുടങ്ങിയതായിട്ട് വെളിപ്പാട് പുസ്തകം 12 നമുക്ക് 10-11 വായിക്കുമ്പോഴും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 1 പത്രോസ് 2:9 കാണാൻ സാധിക്കും, നമ്മളെ ഈ അന്ധകാരത്തിൽ നിന്ന് അവന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ് ദൈവത്തിന്റെ ജനം, അവന്റെ സഭയിലുള്ളവർ, അവന്റെ രാജ്യത്തിലുള്ളവർ എന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയാണ്. അപ്പം ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ എബ്രായ ലേഖനം 1:8 പറയുമ്പോൾ, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ എന്ന് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ പറയുമ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്? ദാനിയേലിലൂടെ എല്ലാം പറഞ്ഞ ആ ആത്മീയ സത്യങ്ങൾ, ആത്മീയ പ്രവചനങ്ങളെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൽ നിവർത്തീകരിച്ചു. കർത്താവ് യേശു തന്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയച്ചു, സുവിശേഷ പ്രഘോഷണം നടത്തി. സുവിശേഷത്തിന്റെ ശക്തിയിലൂടെയും വചനത്തിലൂടെയും ആളുകൾ മാനസാന്തരപ്പെട്ടു, പാപങ്ങളെ കഴുകപ്പെട്ടു. വിശദീകരിക്കപ്പെടുന്നവരെ അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അവന്റെ പരിശുദ്ധാത്മാവിനെ നൽകി മുദ്രയിട്ടവരാണ് അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. രാജകീയ പുരോഹിത വർഗമാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് അവിടെ എല്ലാം കാണാൻ സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് വളരെയധികം ആശയക്കുഴപ്പങ്ങൾ സംഭവിച്ചിരിക്കുന്ന കാലമാണ്. ഇന്നും പലർക്കും അറിയത്തില്ല ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് ഇതെല്ലാം വിവരിച്ച് അതിന്റെ പൊരുൾ തിരിച്ച് പുതിയ നിയമ എഴുത്തുകാർ അതിനെ കൊണ്ടുവന്ന് തന്നിട്ടും, അതിനെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടും ധാരാളം പേര് ഇപ്പോഴും അതറിയാതെ വീണ്ടും രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ രാജ്യം വരണമേ എന്നാണ് പലരുടെയും പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാജ്യം വരണമേ എന്നല്ല, രാജ്യം വന്നു. അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടണം. അവൻ അപ്രകാരം ചെയ്യുന്നവരെ അവന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് മുദ്രയിടുകയാണ്. അവന്റെ രാജ്യത്തിലുള്ളവരെ മുദ്രയിട്ട് അവൻ അവിടെ കാക്കുകയാണ്. അവൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമായിട്ട് ദൈവം കർത്താവിന്റെ രാജ്യത്തിൽ അവരെ സംരക്ഷിക്കുകയാണ്. അവന്റെ രാജകീയ പുരോഹിത വർഗമായിട്ട് കർത്താവ് സംരക്ഷിക്കുകയാണ്. അവന്റെ ആ ശേഷിപ്പിനെയാണ് യേശുവിന് രണ്ടാമത് വരുമ്പോൾ അവനെ കൊണ്ടുപോകാൻ പോണത്. എബ്രായ ലേഖനത്തിലെ നമ്മൾ ആ ഒരു വാക്യം 1-2 അതായത് 8-9 വാക്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. അതിലെ പുത്രനോടോ നിന്റെ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതെന്ന് പറയുമ്പോൾ ഏതാണ് ആ രാജ്യം? അതിനെക്കുറിച്ച്, ആ രാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള പ്രവചനം ഉണ്ടായിരുന്നു. ആ രാജ്യത്തിനെ കുറിച്ച്, ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ മാനസാന്തരപ്പെടണമെന്ന് പുതിയ നിയമ
അല്ലെങ്കിൽ പുതിയ നിയമം ആരംഭിക്കുന്നതിന് മുമ്പ് സുവിശേഷ ഭാഗങ്ങളിൽ അപ്പോസ്തലന്മാരും യോഹന്നാൻ സ്നാപകനും യേശുവും തന്നെ അതിനെക്കുറിച്ചെല്ലാം മുന്നറിയിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ്റെ രാജ്യം വന്നതിന് ശേഷം അതിലേക്ക് ആളുകൾ സ്നാനത്തിലൂടെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനത്തിലൂടെ അവരുടെ പാപങ്ങൾ കഴുകപ്പെട്ട് അവരുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിനെ കുറിച്ചും അവൻ്റെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് തൻ്റെ രാജ്യത്തിലേക്ക് ഇല്ലെങ്കിൽ തൻ്റെ സഭയോട് ദിനം പ്രതി ചേർത്തുകൊണ്ടിരുന്നതിനെ കുറിച്ചും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് കാഴ്ച തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കൺഫ്യൂഷനുള്ള കാലഘട്ടത്തിൽ നമ്മളും ആശയക്കുഴപ്പത്തിൽ ജീവിക്കുവാനല്ല, വ്യക്തമായ ഒരു കാഴ്ച, ലക്ഷ്യം, അതിനെക്കുറിച്ചുള്ള വ്യക്തതയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കില്ല എന്ന് പറയുമ്പോൾ ദാനിയേൽ പറഞ്ഞ പോലെ തന്നെ ഒരു നാൾ നശിച്ചുപോകാത്ത രാജ്യത്വമാണ് കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിലേക്കാണ് നമ്മളെ ദൈവം വീണ്ടും ജനിപ്പിച്ചുകൊണ്ട് പ്രവേശിപ്പിച്ചത്. നിക്കോദെമോസിനോട് യേശു പറഞ്ഞത് അതാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ, കാരണം ദൈവരാജ്യം വരാൻ പോവുകയാണ്. നിക്കോദെമോസേ, നിനക്ക് പ്രായമുണ്ട്, നീ പ്രായമുള്ള ഒരു വ്യക്തിയാണ്, ഓക്കെ, പക്ഷെ നിനക്കും പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ, നിനക്കും അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനോ അതിനെ കാണാനോ നിനക്ക് കഴിയണമെങ്കിൽ നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അതുകൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ വ്യക്തമാക്കി തന്നിരിക്കുന്നതായ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അവൻ്റെ പുത്രൻ്റെ രാജ്യം ഇന്നും നിലനിൽക്കുകയാണ്. അവൻ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗാരോഹണം ചെയ്ത് അവൻ അവൻ്റെ സിംഹാസനത്തിൽ ഇന്നിരിക്കുന്നു. അത് കാണുവാൻ നമുക്കിന്ന് കഴിയണം. ആ ഭരണത്തിൻ്റെ കീഴിലാണ് നാം ഇന്നിരിക്കുന്നത്. ദൈവരാജ്യം ആത്മീയമായ രാജ്യമാണ്, ഐഹികമല്ല. അതുകൊണ്ട് നമ്മൾ അമേരിക്കയിലായിരിക്കാം, ഇന്ത്യയിലായിരിക്കാം, പാകിസ്ഥാനിലായിരിക്കാം, ചൈനയിലായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ ജനം ഈ ഭൂമിയിൽ ഏത് രാജ്യത്തിലിരുന്നാലും ദൈവത്തിൻ്റെ മക്കളെന്ന അവൻ്റെ ജനം, അവൻ്റെ പുത്രൻ, നമ്മുടെ രാജാതിരാജാവും കർത്താവുമായ യേശുവിൻ്റെ ആത്മീയ രാജ്യത്തിൽ പ്രവേശിക്കപ്പെട്ടവരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചയോടുകൂടിയാണ്. അവനാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, അവനാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ആകുലപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. അവൻ നമ്മുടെ ഓരോ ദിവസവും അവൻ നമ്മളെ ഭംഗിയോടുകൂടി നടത്തും. അവൻ അനുഗ്രഹത്തോടുകൂടി നമ്മളെ പരിപാലിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം അവിടെ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 33-ാം വാക്യത്തിൽ പറയുന്ന, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. സകലതും. ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് അവൻ്റെ രാജ്യവും നീതിയും. അവൻ ഭരിക്കുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുകയും ഭരിക്കുകയും ചെയ്യുന്ന അവൻ്റെ രാജ്യമാണ് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് നമ്മളെപ്പോഴും അന്വേഷിക്കേണ്ടത്. എല്ലാ മനുഷ്യരോടും യേശു ആഹ്വാനം ചെയ്യേണ്ടതാണ് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കും.